ഷീല സണ്ണി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ നൊമ്പരം നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെയൊക്കെ മനസാക്ഷിക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഒന്നും അറിയാത്ത ഒരു വീട്ടമ്മയായ ആ സ്ത്രീ, അവര് ഒരു ചെറിയ ബിസിനസ് അവർ നടത്തി. ചെറിയെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയാണ്. ഒരു ബ്യൂട്ടി പാർലർ നടത്തി. അത് വലിയ ബ്യൂട്ടി പാർലറൊന്നും അല്ല, വളരെ ചെറിയ രീതിയിലാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം വല്ലപ്പോഴും ഒന്ന് കിട്ടും, ദിവസം വല്ലതും 100-300 രൂപയുടെ വരുമാനം ഉണ്ടാവും. അപ്പോൾ അത് അവരുടെ വീട്ടിലേക്ക് അവരുടെ ചെലവിന് വേണ്ടി അവർ ഈ കഷ്ടപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അവരെ ഒരു കള്ളക്കേസ് പിടിപ്പിക്കുകയാണ് കേട്ടോ. എക്സൈസിന് ഒരു ഇൻഫർമേഷൻ കൊടുത്തു, ഇവർ മയക്കുമരുന്ന് വ്യാപാരം ഇതിൻ്റെ പുറകിൽ, അതായത് ഇതിൻ്റെ പിന്നിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മറയാക്കി, അതായത് അവരുടെ ഈ ബ്യൂട്ടി പാർലർ മറയാക്കി അവർ മയക്കുമരുന്ന് വ്യാപാരം നടത്തുകയാണ് എന്ന്. കേട്ടത് പാതി, കേൾക്കാത്തതിൻ്റെ പാതി. അപ്പോഴത്തേക്ക് പാഞ്ഞെത്തി എക്സൈസ്. എന്ത് കാര്യമാണെന്നറിയാം. വന്ന് നോക്കി അവരുടെ സ്കൂട്ടറിൽ നിന്ന് ഏതാണ്ട് അവർ സ്കൂട്ടറിലാണ് വരുന്നത്, ആ സ്കൂട്ടറിൽ നിന്ന് കണ്ട് ഏതാണ്ട് കുറച്ച് സ്റ്റാമ്പ് കണ്ടെടുത്തെന്നാണ് പറഞ്ഞത്. അത് ആ സ്റ്റാമ്പ് എന്ന് പറയുന്ന മയക്കുമരുന്ന് സ്റ്റാമ്പ് രൂപത്തിലാക്കിയതാണെന്നും പറഞ്ഞ് ഇവരെ പിടിച്ചു കൊണ്ടുപോയി. ഇവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ അവസാനം കോടതി റിമാൻഡ് ചെയ്ത് അവസാനം ജയിലിൽ കിടന്നത് ഈ പാവപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, വിയ്യൂർ സെൻട്രൽ ജയിലിൽ മറ്റ് തടവുകാരോടൊപ്പം കേട്ടോ, ആ സ്ത്രീ തടവുകാരോടൊപ്പം 72 ദിവസം ഇവർ തടവ് ശിക്ഷ ഇവരനുഭവിച്ചതാണ്. അന്യായ തടങ്കലിൽ കിടന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അത് ഒരു യഥാർത്ഥത്തിലെ ജുഡീഷ്യറി പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ എക്സൈസ് ഇൻസ്പെക്ടർ ഇതേപോലെ ഇവരെ റിമാൻഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി 72 ദിവസം അടച്ചിട്ടുന്നത്. അവസാനം അന്വേഷിച്ച് വന്നപ്പോൾ എന്താണ് സംഭവം? ഇത് മയക്കുമരുന്നൊന്നും അല്ല ഈ സാധനം ഇവരുടെ ഇന്ന് എടുത്തത്. എവിടുന്നോ ഏതാണ്ട് എടുത്തുകൊണ്ട് വന്ന് ആരോ പ്ലാൻ ചെയ്തതാണ്. ആരോ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് അവരെ മരുമകളുടെ നേർക്കാണ് ഇതിൻ്റെ വിരൽ ചൂണ്ടുന്നത്. മരുമകൾ രംഗത്ത് വന്നു, എന്നെ അനാവശ്യമായി കേസിൽപ്പെടുത്താൻ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അപ്പം അവരുടെ ഒരു ആളിനെ കൊണ്ട്, അത് ഒരു പുരുഷൻ, അവനെ കൊണ്ടാണ് ഈ ഇൻഫർമേഷൻ കൊടുപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്നല്ല ഇതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഇവർ തിരിച്ചറിയണ്ടേ ഈ ഇൻഫോർമർ ആരാണ് എന്നുള്ളത്. യഥാർത്ഥ ഇൻഫോർമർ ആരാണെന്നുള്ളത് വെളിവാക്കാറില്ല അവർ. അത് ശരിയാണ്, കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ആരും ഇൻഫർമേഷൻ കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ പക്ഷേ ഇങ്ങനെ കള്ളത്തരമാണെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് അത് ട്രേസ് ചെയ്യാമായിരുന്നു. ഇത്രയും നാളതിൻ്റെ അടുത്തല്ലോ. ഈ 72 ദിവസം ഈ സഹോദരി അകത്ത് കിടന്നു, അതായത് ജയിലിൽ കിടന്നു. ജയിൽ ശിക്ഷ പോലെ തന്നെയാണ്, ജയിലിൽ കിടക്കുകയാണ്, തടവുണ്ടിയായിട്ട് കിടന്നു. അവരെ അവിടെ കിടന്ന് അനുഭവിച്ചോ എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. മാത്രമോ അവരെ ആ ബിസിനസ് അങ്ങ് പൂട്ടിപ്പോയി. ആ ബ്യൂട്ടി പാർലർ അത് പൂട്ടി, ഇനി ആരും അവിടെ കയറത്തില്ല. പിന്നെന്താ അടുത്തത് അവർക്കൊരു പ്രതിച്ഛായ അവരുടെ എന്താ വന്നേ? അവര് മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള പേരുദോഷം. ഇത് അവർ എത്ര നാൾ വഹിച്ചു, അവർ ചുമന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ആ സഹോദരിയുടെ ഭർത്താവ് ഒത്തിരി ഭേദപ്പെട്ട ഒരാളായതുകൊണ്ട് അയാൾ അറിയാം അയാളുടെ ഭാര്യ ഇങ്ങനെയുള്ള ബിസിനസ്സിൽ നിന്നും പോയല്ലെന്ന്. അയാൾ ഉപേക്ഷിച്ചില്ല. അതൊഴിച്ചാൽ ബാക്കി അവർക്ക് മാനഹാനി, ജനങ്ങളുടെ ഇടയിൽ ഇത്രത്തോളം മാനഹാനി അവർക്കുണ്ടായി. മാത്രമോ മാനസിക പീഡനം, പിന്നെ ഈ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അത് വളരെ വൃത്തികെട്ട സാഹചര്യത്തിൽ 72 ദിവസം ഈ സഹോദരി കിടക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിനകത്തുള്ള ഒരു ദുരന്തം. ഇതിന് ഇടയാക്കിയത് ആരാണ്? ഇതിനിടയാക്കിയത് യഥാർത്ഥത്തിൽ നമ്മുടെ സിസ്റ്റമാണ്, അതായത് നമ്മുടെ എക്സൈസ് വകുപ്പ് തന്നെയാണ്. അവർ ശരിയായ രീതിയിൽ അന്വേഷിക്കാതല്ലേ ഇതുപോലെ ചെയ്തത്. അവരൊരു പ്രാഥമികമായിട്ടെങ്കിലും ഇവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള ബിസിനസ് എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും അവിടെ വരുന്നുണ്ടോ, ഇതിന് ഒന്നുമില്ലാതെ ചാടിക്കയറി കാണുന്ന ഒരു തന്നെ അങ്ങോട്ട് പിടിക്കുക. ഇതെനിക്ക് പണ്ടറിയാം. അതായത് ഞാൻ എൻ്റെ എൻ്റെ കുടുംബ വീട് അതൊരു ഗ്രാമത്തിലാണ് കേട്ടോ. അത് അന്ന് ഈ എക്സൈസ് എന്ന് പറഞ്ഞാലൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ വളരെ ചെറുപ്പത്തിലാണ്. തൊട്ടടുത്ത് ഉള്ള ഒരു വീട്, നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ പടിഞ്ഞാറ് വശത്ത്, ഏതാണ്ട് തൊട്ടടുത്തല്ല, അതൊരു 100 മീറ്റർ അപ്പുറത്തോട്ടാണ് എൻ്റെ അത് വലിയ ഒരു വിസ്തൃതമായ പുരയിടമാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നിടത്ത്. അവിടെ ഒരു ചെറിയ ഒരു ഓലമേഞ്ഞ ഒരു ചെറിയ വീടുണ്ട്. അതിനകത്ത് താമസിച്ചുകൊണ്ടിരുന്നത് പാവം അദ്ദേഹം ആണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഇതാണ് നമ്മുടെ ഒരു മേസൺ വർക്കറാണ്. അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഭാര്യയും മക്കളുമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 3-4 പെൺപിള്ളേരും ഒക്കെ ഉള്ള വീടാണ്. അവിടെ ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ ഇതേപോലെ വന്നു.
അപ്പോൾ അവിടെ ഇച്ചിരി പ്രധാനപ്പെട്ട ഒരു വീട് എൻ്റെ വീടായതുകൊണ്ട് അവിടെ വന്ന് ഇവരെക്കുറിച്ച് എൻ്റെ വാപ്പ അധ്യാപകനായിരുന്നല്ലോ, ഹെഡ് മാസ്റ്റർ. അപ്പോൾ ചോദിച്ചു ഇവരെങ്ങനെയാണ്. വാപ്പ പറഞ്ഞു അവർ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ല അവർ ഇങ്ങനെ ഈ ചാരായം പാറ്റ് വല്ലതും അവർക്കുണ്ടോ? അയ്യോ ഇതുവരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള ആരും ആ വീട്ടിലുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനെ ഇല്ല, അവർ വളരെ പാവങ്ങളാണ് എന്ന് എൻ്റെ വാപ്പ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവസാനം എന്തോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നേരം ഇത് ദൂരെ മാറി നിന്ന് നോക്കുമ്പോൾ എന്താ പറയുക, അവരെ ആ വീടിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒരു ഇച്ചിരി താഴ്ചയുള്ള ഒരു ഭാഗമാണ് ആ പുരയിടത്തിൽ തന്നെ, അതേ പുരയിടത്തിൽ. അവിടെ ചെന്ന് എക്സൈസുകാർ മാന്തി എടുത്തു, അതായത് ഒരു കുപ്പിക്ക് അത് ചാരായം. ഇത് ആരോ കൊണ്ട് ഇവരെ ഉപദ്രവിക്കാൻ ഒരുത്തം കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട് പോലീസ് അത് എക്സൈസിനെ വിളിച്ച് പറഞ്ഞാണ്. ആ വീട്ടിൽ അവരെ നിന്ന് ആ പെൺപിള്ളേരെല്ലാം കരച്ചിലുണ്ട്, ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കരയുന്നത് ഇപ്പോഴും എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്തുകൊണ്ടോ അവരുടെ പേര് എക്സൈസുകാർ കേസ് എടുത്തില്ല, കാരണം ഇതാരോ പ്ലാൻ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട്, അന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ചുപോയി. ഇതേപോലെ ഇന്ന് ഈ സ്ത്രീ, പാവപ്പെട്ട സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു അന്വേഷണം നടത്തണ്ടേ? എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്നുമില്ലാതാണ് പോയി പിടിച്ചോണ്ടിട്ടത്. ഇവർ ഈ ജയിലിൽ കിടന്നതിന് അത് കഴിഞ്ഞിട്ടോ ഈ അന്വേഷണം വളരെ അങ്ങ് എഴഞ്ഞ് നീങ്ങി ഇതിൻ്റെ ആളിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ആളിനൊന്നും വെളിയിലോട്ട് ഇനി കൊണ്ടുവരുമെന്നോ അത് നടപടിയൊക്കെ ഉണ്ടാവുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് നമ്മുടെ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ വീഴ്ചയല്ലേ. ഒരാളെ 72 ദിവസം അന്യായമായിട്ട് പിടിച്ച് ജയിലിൽ കിടത്തി, ഒരു കാര്യമില്ലാതെ കള്ളത്തരത്തിലൂടെ. അതിന് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ആളുകളുടെ പേര് കേസെടുക്കണം. ഇവരെ മരുമകളുടെ സഹോദരിയെന്നോ ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. അത് ബാക്കി അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. സത്യപടിയിലേക്ക് വരണം. ഇവരെ എടുത്ത് ഈ പകപോക്കാനായിട്ട് ഈ പാവപ്പെട്ട സ്ത്രീ 72 ദിവസം ഇട്ടിരുന്നല്ലോ. ഇതിന്റെ പുറകിലുള്ളവന്മാരെ എല്ലാം ഇതിനെ എല്ലാത്തിനെയും പിടിച്ച് ഇതുപോലെ കൊണ്ടിടണം, കേസെടുത്തിട്ട്. അതാ ചെയ്യേണ്ടത്. നോൺ ബെയിലബിൾ ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തേക്കുന്നത്. അത് പിടിച്ച് ആ കേസെടുത്ത് അവരെ എല്ലാം അകത്ത് കൊണ്ടുപോയി അവരെ ഇതുപോലെ സുഖവാസം നടത്തിക്കേണ്ടതാണ്. അതാ ചെയ്യേണ്ടത്. ഇനി അത് ചെയ്തുകൊണ്ടും ഈ സ്ത്രീക്കുണ്ടായ നഷ്ടം ഒന്നും മാറുന്നില്ലല്ലോ. അവർക്കുണ്ടായ മാനഹാനി, അവർക്കുണ്ടായ ശാരീരികമായ പീഡനങ്ങൾ, ഇതൊന്നും നമുക്ക് മറക്കാക്കത്തില്ല. ജയിൽ ശിക്ഷ ജയിലിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഈ തടവുകാരികൾ കിടക്കുന്നവരെന്നൊക്കെ പറയുന്നതൊന്നും അത്ര നല്ല ആളുകളല്ല. വളരെ കുഴപ്പം പിടിച്ച ആളുകൾ അതിനകത്തുണ്ട് ധാരാളം. അവർ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അവിടെ. അതൊക്കെ ഉള്ളതാണ് അതിനകത്ത്. അപ്പോൾ ഇവരെ ഇതിന് കിടത്തിയതിന് അവർക്ക് ഒരിക്കലും നമുക്ക് നഷ്ടപരിഹാരം കൊണ്ടത് തീർക്കും, ഒരു പണത്തിൽ അത് ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇവർക്കൊക്കെ കർശനമായ ശിക്ഷാ നടപടികൾ അവരുടെ പേരിലെടുത്ത് അവരെ ശിക്ഷിക്കണം. അത് കൂടാതെ ഈ സ്ത്രീക്ക് ഇതുപോലുള്ള വന്ന ആ മാനഹാനിക്കും, അതുപോലെ തന്നെ അവർ 72 ദിവസം അന്യായമായിട്ട് ഈ തടങ്കലിലിട്ടതിനും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ആ പണം കൊടുത്തുകൊണ്ട് ഒരിക്കലും അത് അവർക്ക് ഉണ്ടായ കഷ്ടപ്പാടിന് നമ്മൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല പണം മൂലം. പക്ഷേ വലിയ എമൗണ്ട് അവർക്ക് അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. അത് കൊടുക്കേണ്ടത് സർക്കാർ തന്നെ കൊടുക്കേണ്ടതാണ്, ഗവൺമെൻറ് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറയിൽ ഉണ്ടായേക്കുന്നവന്മാരുടെ ഈ വീഴ്ച കൊണ്ടാണ് ഇതുണ്ടായതെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വീഴ്ച കൊണ്ടാണെന്ന് ഒരു സംശയം വേണ്ട, നിസ്സംശയം നമുക്ക് പറയാം. അവരുടെ കയ്യിൽ നിന്ന് ഈ പണം ഈടാക്കണം. അതാ ചെയ്യേണ്ടത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. ആ സഹോദരിക്ക് നീതി കിട്ടണം. കിട്ടിയിട്ടില്ല. ഇനിയും നീതി വിദൂരത്താകരുത്. നീതി കിട്ടണം.